ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ടേ ഇല്ല കേട്ടോ. കുറച്ചങ്ങ് കഴിഞ്ഞപ്പോഴാണ് എന്തായാലും ഇന്നൊരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കുറേ ദിവസം ക്ലീനിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ആ വീഡിയോ ഒക്കെ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് അത്യാവശ്യം വ്യൂവും അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ പതിവ് പോലെ തന്നെ നമ്മൾ ആ ഒരു മോർണിംഗ് റൂട്ടീൻ ഉണ്ടല്ലോ, അത് തന്നെയാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നമ്മൾ വീടെന്തെങ്കിലും വൃത്തികേടുണ്ടെങ്കിൽ അങ്ങ് ക്ലീൻ ചെയ്ത് കിടക്കയൊക്കെ ഒന്ന് മടക്കി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് അങ്ങ് തീർക്കുകയാണ്. എത്ര രാത്രി കിടക്കുമ്പോൾ നമ്മൾ ഒതുക്കി വെച്ചിട്ടുണ്ടെങ്കിലും ഒരു പേനയോ ഒരു പുസ്തകമോ എന്തെങ്കിലും ടേബിളിലുണ്ടാവും. അപ്പോൾ പിന്നെ രാത്രി ഒതുക്കുന്ന ദിവസമാണെങ്കിൽ പിന്നെ വീട് വൃത്തിയായിട്ട് കിടക്കും കേട്ടോ. ഇന്നലെ ഞാൻ രാത്രി അങ്ങനെ ഒതുക്കാനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ജസ്റ്റ് ടേബിളും ഒക്കെ ഒന്ന് ഒതുക്കി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കിടക്കയൊക്കെ ഒന്ന് വേഗം മടക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വ്ളോഗ് എടുക്കണമെന്ന് വിചാരിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ പ്ലാനിങ് ഒന്നും ഇല്ലാതെ എടുത്തൊരു വ്ളോഗാണിത് കേട്ടോ. എന്നാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും ഇത് മുഴുവനും കാണുകയാണെങ്കിൽ. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് നമ്മൾ ഞാൻ വ്ളോഗ് എടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഒരു റെസിപ്പി അതുപോലെ തന്നെ എന്തായാലും ഇതൊക്കെ നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്തണം എന്ന് തീരുമാനിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ചൊരു എന്താ പറയുക പ്ലാനിങ് ഒന്നുമില്ലാത്തൊരു വ്ളോഗ് തന്നെയാണ്. എന്നാലും നിങ്ങളത് മുഴുവൻ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. നമ്മൾ റമദാനിൽ നമുക്ക് പെട്ടെന്ന് കുക്കിങ്ങൊക്കെ ഈസി ആയി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്തു വെക്കുമല്ലോ. അപ്പോൾ അത് ഒന്നായിട്ട് ഞാൻ കാണിക്കുന്നില്ല, ഓരോ ദിവസവും ഓരോ വീഡിയോയിൽ ഓരോ കാര്യങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എനിക്ക് ഒരുപാടങ്ങ് നമ്മളിപ്പോൾ യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് കാണുന്നുണ്ടാവില്ലേ റമദാൻ മുന്നൊരുക്കങ്ങൾ. അപ്പോൾ അതുപോലെ എനിക്ക് ഒരുപാട് ഒന്നും ഇഷ്ടമല്ല കേട്ടോ. ഒരുപാടൊന്നും ഇങ്ങനെ ഒരുക്കി വെക്കുന്നത്, അതുപോലെ ചിലർ കാണാൻ നമ്മൾ ഈ എണ്ണക്കടികളൊക്കെ തയ്യാറാക്കിയിട്ട് ഇങ്ങനെ വെക്കുന്നത്, അതൊന്നും എനിക്ക് വലിയ താല്പര്യമില്ലാത്തൊരു സംഭവമാണ്. എന്താ വെച്ചാൽ നമ്മൾ അപ്പം ഉണ്ടാക്കി കഴിക്കുന്നതാണ് എനിക്ക് ഏറ്റവും താല്പര്യം കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് മാത്രം ഞാൻ കാണിക്കുന്നത്. അല്ലാതെ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കി വെക്കുക, പത്തിരി പരത്തി വെക്കുക, അതുപോലെ സമൂസയൊക്കെ റെഡിയാക്കി വെക്കുക, അങ്ങനത്തെ പരിപാടിയൊന്നും എനിക്ക് വലിയ താല്പര്യമില്ലാത്ത ചെയ്യുന്നവരുണ്ട്. പിന്നെ ജോലിക്കൊക്കെ പോകുന്നവർക്ക് അങ്ങനെയൊക്കെ ചെയ്തേ പറ്റുള്ളൂ അല്ലേ. അല്ലാതെ നമ്മളെപ്പോലെ വീട്ടിലിരിക്കുന്നവർക്ക് എല്ലാം കൂടെ ഒരുമിച്ച് നമുക്ക് നോമ്പ് തുറക്കുമ്പോഴത്തേക്ക് റെഡിയാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്നവരുണ്ട്. അവർക്ക് അങ്ങനെ ചെയ്യുന്നതിന് കുഴപ്പമില്ല കേട്ടോ. നമ്മളെപ്പോലെ വീട്ടിലിരിക്കുന്നവരങ്ങനെ ചെയ്യണോ എന്നെനിക്ക് തോന്നുന്നില്ല. എന്തായാലും നമുക്ക് നിസ്കാരം ഓത്തും ഒക്കെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് ഈസി ആയിട്ട് നമുക്ക് കുക്കിങ്ങൊക്കെ പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇനിയുള്ള വ്ളോഗിൽ നമ്മളിത് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഞാൻ ചെടിയൊക്കെ ഒന്ന് നനച്ച് നമ്മളെ റോസൊക്കെ ഒന്ന് കട്ട് ചെയ്യാനായിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. നിറയെ പുഴുവൊക്കെ ഉണ്ടായിട്ടുണ്ട്, അതിനൊന്ന് മരുന്നൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കുക ഒക്കെ ചെയ്യണം. അപ്പോൾ ചിലതിലൊക്കെ റോസ് നന്നായിട്ട് വിരിഞ്ഞിട്ടുണ്ട്, ചിലതിൽ വിരിയൊന്നും ഇല്ല. വളമൊക്കെ കുറഞ്ഞു പോയിട്ടാണ് വളമൊക്കെ ഇട്ട് കൊടുക്കാനായിട്ടുണ്ട് കേട്ടോ. ഒന്നാകെ അങ്ങ് വളർന്ന് പന്തലിച്ച് വരിക എന്നുള്ളത്, പൂവിടുന്നില്ല ചിലതിലൊന്നും, വളത്തിൻ്റെ കുറവാണ്. പിന്നെ നന്നായിട്ട് പുഴുക്കേടും ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും മരുന്നൊക്കെ ഒന്ന് റെഡിയാക്കി ഒന്ന് അടിച്ചു കൊടുക്കണം. റോസിൻ്റെ കാര്യമൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ അതാ നമ്മൾ പൂവൊക്കെ വിരിഞ്ഞ് നന്നായിട്ട് ഉണങ്ങിയ ആ ഭാഗങ്ങൾ, ആ കൊമ്പൊക്കെ ഒന്ന് വെട്ടി കൊടുക്കുകയാണ്. വെട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ പുതിയ തെഴുപ്പ് വരും. അപ്പോൾ നമുക്ക് വീണ്ടും മുട്ടിടും കേട്ടോ, നല്ല വളമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് റെഡിയാക്കി കൊടുത്തു. പിന്നെ ചെടിയൊക്കെ അങ്ങ് നനച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒന്ന് ഫിദമോൾ മുറ്റടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഫിദമോൾ മുറ്റടിക്കുന്ന സമയത്ത് ഞാൻ ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്തു കേട്ടോ. അങ്ങനെ ഉച്ചയായി ഞങ്ങൾ ചോറൊക്കെ കഴിച്ച്. ഇന്ന് ചോറിന് സാമ്പാർ പൊടി ഇല്ലാത്ത സാമ്പാറായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ നെല്ലിക്ക അച്ചാറും നാരങ്ങ അച്ചാറും. ഫിദമോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഉള്ളിച്ചമ്മന്തി. ഞാൻ കഴിഞ്ഞൊരു വ്ളോഗിലോ റീൽസിലോ എന്തോ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. റീൽസിൽ മറ്റേ ചാനലിലാണ് കേട്ടോ അപ്ലോഡ് ആക്കിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഈ ഒരു ചാനലിൽ ഞാൻ ഉൾപ്പെടുത്താം. പിന്നെ ചെറുപയറാണ് ഉപ്പേരി വെച്ചിട്ടുള്ളത് കേട്ടോ. ഞങ്ങൾ ചോറൊക്കെ കഴിച്ചതിന് ശേഷം ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടെ കുറച്ച് വെളുത്തുള്ളിയൊക്കെ തൊലിച്ചിട്ടുണ്ടായിരുന്നു. ഫിദമോൾക്ക് ഇന്ന് ക്ലാസ് ഇല്ലായിരുന്നു. ഇന്ന് SSLCക്ക് മോഡൽ എക്സാം ആയതുകൊണ്ട് മോൾക്ക് ക്ലാസ് ഇല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ വെളുത്തുള്ളിയൊക്കെ കുറച്ച് അധികം തന്നെ ഞങ്ങൾ തൊലിച്ചു. അപ്പോൾ എന്തായാലും റമദാനൊക്കെ വരികയല്ലേ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരുപാട് ഉണ്ടാക്കി വെക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. ആദ്യം ഞാനൊക്കെ അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യില്ല. എന്തായാലും കുറച്ച് നമുക്ക് ചിക്കനൊക്കെ പൊരിക്കാനോ അങ്ങനെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൊണ്ട് പേസ്റ്റാക്കി വെക്കാം കേട്ടോ. ഇത് ഞാൻ വെളുത്തുള്ളി കുറച്ചധികം തന്നെ തൊലിച്ച് നല്ല കഴുകി ക്ലീനാക്കി വെച്ചിട്ടുള്ള ഡപ്പയിൽ, നല്ല വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടുള്ള ഡപ്പയാണ്.
അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ വെളുത്തുള്ളി എന്ന് എഴുതുന്നുണ്ട്, കാരണം ഇതുപോലത്തെ ഡപ്പയിലാണ് ഞാൻ ഇഞ്ചിയും അതുപോലെ തന്നെ ചെറിയുള്ളിയൊക്കെ എടുത്ത് വെക്കണമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ തുറന്ന് നോക്കണ്ടല്ലോ, ഒരേപോലത്തെ ഡപ്പയാകുമ്പോൾ നമുക്ക് അറിയില്ലല്ലോ. അതുകൊണ്ടാണ് ഇതേപോലെ മാർക്കർ വെച്ചിട്ടൊന്ന് എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓരോ ദിവസം നമുക്ക് ഓരോന്ന് ചെയ്തു വെച്ചാൽ മതി, ഇനിയും ദിവസങ്ങളുണ്ടല്ലോ. അപ്പം നമ്മളൊന്നായിട്ട് നമുക്ക് ഒരുപാട് വേറെയുള്ള പണികളൊക്കെ മാറ്റി വെച്ച് ഒരുപാട് സമയം വേസ്റ്റാക്കിയിട്ട് നമ്മളെല്ലാം ചെയ്യേണ്ട ആവശ്യമില്ല, ദിവസങ്ങളുള്ളതുകൊണ്ട്. പിന്നെ ഞാൻ വെളുത്തുള്ളിയാണ് ഇതേപോലെ തയ്യാറാക്കിയിട്ടുള്ളത്. വരുന്ന വ്ളോഗിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള നമ്മളെ ഒരുക്കങ്ങളൊക്കെ കാണാം കേട്ടോ. എൻ്റെ വ്ളോഗൊക്കെ നിങ്ങൾ കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഉപകാരപ്പെടുന്ന ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ. അങ്ങനെ ഞാനിതാ ഫ്രിഡ്ജിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തത് ഇഞ്ചിയും ചെറിയുള്ളിയൊക്കെ റെഡിയാക്കി വെക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഇഞ്ചിയൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാനുണ്ട് ഇൻഷാ അല്ലാഹ്. അതുപോലെ ഇത് മാത്രമല്ല, ഇനിയും കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു വെക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അടുത്ത വ്ളോഗ് കാണാൻ നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. താങ്ക്